നമുക്ക് കമ്പൊക്കെ വെട്ടണം. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ നൈസായിട്ട് ചൂണ്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് കാസ്റ്റ് ചെയ്ത് പോയി സ്ഥലത്തും കമ്പ് വെട്ടാണ്. പിന്നെ ഇവനും ഉണ്ട്, രണ്ടുപേരും കൂടിയാണ്. നമ്മളിന്ന് കാസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ആ ഒരു വെള്ളം കിടക്കുന്ന സ്പോട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് സ്ട്രൈക്ക് മിസ്സായിട്ടുണ്ട്. സ്ട്രൈക്ക് വന്നായിരുന്നു. കറക്റ്റ് ഫ്രോഗായിട്ടല്ല അടിക്കുന്നത്. നമ്മളിട്ടിരുന്ന ബ്രാവോൻ്റെ ടോഗോ എന്ന് പറഞ്ഞ ഫ്രോഗായിരുന്നു. നമ്മൾ അതിട്ടിട്ട് ഫ്രോഗായിട്ട് കറക്റ്റ് എനിക്ക് തോന്നുന്നു സ്പിന്നറായിട്ട് അടി കിട്ടിയെന്നാണ് തോന്നുന്നത്. കാര്യം കറക്റ്റ് അടി ഹുക്കപ്പ് കൊടുത്തായിരുന്നു, പക്ഷേ അത് ഫ്രോയിങ് തെറിച്ചു പോകുന്നു. ഭയങ്കര ഇതായിട്ടുള്ള അടിയല്ലായിരുന്നു, എന്നാലും നല്ല രീതിക്ക് തന്നെ സ്ട്രൈക്ക് ചെയ്തായിരുന്നു. നമുക്ക് ടോഗോയിൽ ചെറിയൊരു ചേറാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഹുക്ക് ഊരിട്ട് കാണിച്ചു തരാം, ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ അതേ നമുക്ക് മീനടിച്ച സ്പോട്ട് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് ഇപ്പോഴും ഇവിടെ മീൻ നടപ്പുണ്ട്. അത്യാവശ്യം നല്ലോണം ആക്ടിവിറ്റിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെന്തായാലും ഇനിയിപ്പോൾ അത്യാവശ്യം ആ മഴക്കാറൊക്കെ ഒന്ന് പോയി വെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കറക്റ്റ് ഇവിടെ ഒരു സെൻറ്ററായിട്ടാണ് മീൻ അടിച്ചത്. ഭയങ്കര വലുതൊന്നുമില്ല, ഒരു ഇടത്തരം ഇതാണ് വാഗവരാലാണ് അടിച്ചിരിക്കുന്നത് നമുക്ക് ചേരാൻ. അപ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് മീൻ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ അവിടെയായിട്ട് തന്നെ ഇതുണ്ട്, ചെറിയൊരു തോട് പോലെ അവിടെയുണ്ട് മീൻ. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിന് ഇറങ്ങണമെന്ന് എല്ലാവരും ചെയ്യും. നമ്മളിപ്പോഴാണ് തീർന്നത്. കുഞ്ഞൊരു ചെറുമീനെ കിട്ടി. അപ്പോൾ അതിൻ്റെ സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ മീനെ വലിച്ചു കയറ്റണം കിട്ടിയിട്ടുണ്ട്. അതെല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും നമ്മുടെ വീഡിയോ ഇവിടുന്ന് എൻഡ് ചെയ്യണം. എല്ലാവരും സബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.